നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി തന്റെ മൂത്ത മകളുടെ വിവാഹ തിരക്കുകളിലാണ്. രാഷ്ട്രീയത്തിലെയും സിനിമയിലെയും തിരക്കുകൾക്ക് താൽക്കാലിക വിരാമമിട്ട് കുടുംബത്തിനൊപ്പം സന്തോഷ നിമിഷങ്ങൾ ആഘോഷകരമാക്കുകയാണ് നടൻ. താരത്തിന്റെ വീട്ടിലെ ആദ്യത്തെ വിവാഹമാണ് നടക്കാൻ പോകുന്നത്. ഈ വരുന്ന 17-ന് ഗുരുവായൂർ വെച്ചാണ് വിവാഹം. 4 മക്കളിൽ മൂത്തയാളായ ഭാഗ്യ സുരേഷ് ശ്രേയസ് മോഹന്റെ ഭാര്യയായി ജീവിതം ആരംഭിക്കുമ്പോൾ വിവാഹ ചടങ്ങുകൾക്ക് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തും. ഇപ്പോഴത്തെ സഹോദരിയുടെ കല്യാണത്തെക്കുറിച്ചും വരനെക്കുറിച്ചും ഗോകുൽ സുരേഷ് മനസ്സ് തുറക്കുകയാണ്. തങ്ങളെല്ലാം വളരെ സന്തോഷത്തിലാണെന്നാണ് ഗോകുൽ പറയുന്നത്. മനോരമ ഓൺലൈനിൽ നൽകിയ അഭിമുഖത്തിലാണ് ഗോകുൽ മനസ്സ് തുറന്നത്. ഭാഗ്യയെ വിവാഹം കഴിക്കാൻ പോകുന്ന ശ്രേയസ് മോഹനെ വളരെ നാളുകളായി അറിയാമെന്നും ഗോകുൽ പറയുന്നു. അനുജത്തിയുടെ ഭർത്താവാകാൻ പോകുന്ന പയ്യൻ എന്നതിനേക്കാൾ ഉപരിയായി ശ്രേയസ് തനിക്ക് അനിയനെ പോലെയാണെന്നാണ് ഗോകുൽ പറയുന്നത്. അതേസമയം തങ്ങൾ അനുഭവിക്കുന്ന വികാരങ്ങൾ സമ്മിശ്രമാണെന്നാണ് ഗോകുൽ പറയുന്നത്. സന്തോഷമുണ്ട്, അതിനോടൊപ്പം ഒരുപാട് ഉത്തരവാദിത്തങ്ങളാണ് തലയിലെന്നും താരം പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ടെന്നാണ് ഗോകുൽ പറയുന്നത്. റൂമുകൾ ബുക്ക് ചെയ്തത് പോലും അനുജത്തി ഉൾപ്പെടെ ഞങ്ങൾ എല്ലാവരും ചേർന്നാണെന്നും ഗോകുൽ പറയുന്നു. ഏറെ കാലത്തിന് ശേഷം കുടുംബത്തിൽ ഒരു കല്യാണം വരുന്നതാണ്. അത് ഭംഗിയായി പൂർത്തിയാക്കണം എന്നതാണ് ഒരു മൂത്ത മകനും ജ്യേഷ്ഠനുമായ തന്റെ കടമയെന്നാണ് ഗോകുൽ പറയുന്നത്. അതേസമയം അനിയത്തി വേറൊരു വീട്ടിൽ പോകുന്നു എന്നൊരു വിഷമമില്ലെന്നും ഗോകുൽ പറയുന്നു. ശ്രേയസിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും വർഷങ്ങളായി അറിയാം. അതുകൊണ്ട് അവർ പോകുന്നത് അപരിചിതമായ ഒരു വീട്ടിലേക്കല്ലെന്നാണ് ഗോകുൽ പറയുന്നത്. അതിനാൽ അത്തരം ടെൻഷനുകൾ ഇല്ലെന്നും അതേസമയം കുടുംബത്തിൽ ഒരു മകൻ കൂടി വരുന്നു എന്നാണ് കരുതുന്നതെന്നും ഗോകുൽ പറയുന്നു. ഒരു നല്ല കാര്യം നടക്കുന്നതിന്റെ സന്തോഷമാണ് എല്ലാവർക്കും. വരനെയും കുടുംബത്തെയും കുറിച്ച് കൂടുതൽ വിവരങ്ങളും ഗോകുൽ പറയുന്നുണ്ട്. മാവേലിക്കര സ്വദേശികളായ ശ്രേയസും കുടുംബവും തിരുവനന്തപുരത്താണ് താമസം. അച്ഛൻ മോഹൻ എക്സ് മിലിറ്ററിയാണ്. അമ്മ ശ്രീദേവി, 2 സഹോദരിമാരുമുണ്ട്. ശ്രേയസ് വളരെ നാളായി തന്റെയും ഭാഗ്യയുടെയും സുഹൃത്താണെന്നും ഗോകുൽ പറയുന്നു. അച്ഛനെ പോലെ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് ഭാഗ്യ. പൊതുവെ പെൺകുട്ടികൾ ഒതുങ്ങി ജീവിക്കണം, അധികം സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയാണല്ലോ പറയാറ്. പക്ഷേ അവൾ അതിന് വിപരീതമാണെന്നും ഗോകുൽ പറയുന്നു. ഭാഗ്യ ആരാണെന്നും എന്താണെന്നും മനസ്സിലാക്കി അവളെ ഒട്ടും ചേഞ്ച് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് സ്വീകരിക്കുന്ന കുടുംബമാണ് ശ്രേയസിന്റേതെന്നും അതിന്റെ സമാധാനമുണ്ടെന്നും ഗോകുൽ പറയുന്നു. വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കൂടാതെ മമ്മൂട്ടി, മോഹൻലാൽ, ടൊവിനോ, ദുൽഖർ സൽമാൻ, കുഞ്ചാക്കോ ബോബൻ തുടങ്ങിയ താരങ്ങളും എത്തുമെന്നാണ് ഗോകുൽ അറിയിക്കുന്നത്. പിന്നാലെ 19-ന് കൊച്ചിയിൽ വെച്ചൊരു റിസപ്ഷനും നടത്തുമെന്നും താരം പറയുന്നു. പിന്നാലെ 20-ന് തിരുവനന്തപുരത്ത് വെച്ചും റിസപ്ഷൻ ഒരുക്കുന്നുണ്ടെന്ന് ഗോകുൽ അറിയിച്ചു. വിദേശത്ത് പഠനം പൂർത്തിയാക്കി നാട്ടിൽ തിരിച്ചെത്തിയ ശേഷമാണ് ഭാഗ്യയുടെ വിവാഹം നടത്താൻ കുടുംബം തീരുമാനിച്ചത്. കഴിഞ്ഞ വർഷം സുരേഷ് ഗോപിയുടെ വീട്ടിൽ ലളിതമായ ചടങ്ങുകളോടെയായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. എന്നാൽ ഗുരുവായൂരിൽ ഒരുങ്ങാൻ പോകുന്നത് തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മണ്ഡപമാണ്. തന്റെ മകൾക്ക് കൊടുക്കുന്ന വിവാഹ സമ്മാനം എന്താണെന്ന് നോക്കി കാണുകയാണ് സോഷ്യൽ മീഡിയ ഒന്നടങ്കം. എങ്ങനെയായിരിക്കും തന്റെ മകളെ സുരേഷ് ഗോപി പറഞ്ഞയക്കുക എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ലക്ഷങ്ങൾ വിലയുള്ള വസ്ത്രങ്ങൾ ഭാഗ്യയെ പൊന്നുകൊണ്ട് മൂടും, രാജകീയമായ വിവാഹമായിരിക്കും എന്നൊക്കെ ഇപ്പോഴേ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടം പെൺമക്കളോടാണ് എന്നൊക്കെ താരം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് തന്റെ മരിച്ചുപോയ ലക്ഷ്മിയെ ഓർത്താണെന്നും താരം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അത്യാഡംബര വിവാഹം തന്നെ ആയിരിക്കും നടക്കുക. You're watching me on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.